എൻ്റെ പേര് റോയ് എന്നാണ്. ഞാൻ വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്തുള്ള മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ പ്രദേശത്ത് ആണ് എൻ്റെ കൃഷിയിടവും ഒക്കെ ആയിട്ടുള്ളത്. എൻ്റെ പിതാക്കന്മാരായിട്ട് തന്നെ ഇവിടെ വന്ന് കൃഷിഭൂമി വാങ്ങിച്ച് 1962 തൊടുപുഴയിൽ നിന്നും വന്നവരാണ്. ആ കാലം തൊട്ട് തന്നെ കൃഷിയുടെ ഒരു പാരമ്പര്യത്തിലായിരുന്നു ഞങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളൊക്കെ. ആ കാലഘട്ടത്തിലൊക്കെ കൂടുതലായിട്ടും ഏകവിള കൃഷിയുടെ ഒരു കാഴ്ചപ്പാടോടെ ഉള്ള കൃഷി രീതികളായിരുന്നെങ്കിലും എൻ്റെ ചാച്ചൻ്റെ കൃഷി രീതികൾ നേരെ വ്യത്യസ്തമായിരുന്നു. ഏതു തരം കൃഷി ചെയ്യുമ്പോഴും അതിനകത്തൊരു ഇടവിള കൃഷി ഉണ്ടാവും. അതായിരുന്നു കൃഷി രീതികൾ. സ്വാഭാവികമായിട്ടും പുൽപ്പള്ളി എന്ന് പറഞ്ഞ പ്രദേശം കുരുമുളകിൻ്റെ ഏറ്റവും നല്ലൊരു കൃഷിയിടമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തീർത്തും കുരുമുളക് കൃഷി നാശമായപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ കർഷകരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ ആ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചൊരു കാര്യം, ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇടവിള കൃഷികൾ ഉണ്ടായിരുന്നവർക്ക് മാത്രമേ പിന്നീട് അതിനകത്തൊരു നിലനിൽപ്പുണ്ടായിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെയും ഞാൻ അതിനകത്തൊരു മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഏത് കൃഷി ചെയ്യുമ്പോഴും അതിനോട് യോജിക്കുന്നതായിട്ടുള്ളൊരു ഇടവിള കൃഷി, അത് തീർത്തും അതിനോട് യോജിക്കുന്ന തരത്തിലുള്ളത് മുഖ്യമായ കൃഷി എന്താണോ അതിനോടൊപ്പം തന്നെ അതിന് യോജിക്കുന്നതായിട്ടുള്ള ഇടവിള കൃഷികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാടിനെ സംബന്ധിച്ചിടത്തോളം കാപ്പി ഒരു വലിയ കൃഷി രീതികളായിട്ട് ഉണ്ടായിരുന്നെങ്കിലും കാപ്പി എപ്പോഴും തുറസായ സ്ഥലങ്ങൾക്കോ ഇല്ലെങ്കിൽ തെങ്ങിനിടയിലുള്ള കൃഷികൾക്ക് മാത്രമായിട്ടാണ് കാപ്പി പലപ്പോഴും നമുക്ക് വിജയകരമായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളൂ. റബ്ബർ പോലെയുള്ള ഇടവിള കൃഷികളിൽ പലപ്പോഴും കാപ്പി പരാജയമായിരുന്നു. കാരണം സാധാരണ വയനാട്ടിലുള്ള കാപ്പികൾ പൊതുവെ റോബസ്റ്റ ഇനത്തിലുള്ള കാപ്പികളാണെങ്കിലും അതൊരു 30% താഴെ ഷെയ്ഡുള്ള മരങ്ങളുടെ ഇടയിൽ മാത്രമാണ് നമുക്കതിന് ഉൽപ്പാദനവും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും റബ്ബർ പോലെയുള്ള കൃഷികൾക്ക് അതിൻ്റെ ഇടവിളയായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് കൂടുതൽ ഷെയ്ഡുള്ള പ്രദേശങ്ങൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഇടവിള കൃഷികളായിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു നിരീക്ഷണമായിരുന്നു എൻ്റേത് ശരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങളുടെ തന്നെ മറ്റൊരു തോട്ടത്തിലുണ്ടായിരുന്ന മരങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന കാപ്പിച്ചെടികൾ തീർത്തും അത് ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള പ്രദേശത്തിന് യോജിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാനും അത് ഞാനൊരു കൃഷിയിടത്തിൽ കൂടുതലായിട്ട് കൊണ്ടുവരികയും അതൊരു മികച്ച ഒരു കൃഷി രീതിയായി മാറുന്നത് കാണാനായിട്ടും സാധിച്ചു. അപ്പം ഞാൻ റബ്ബറിൻ്റെ ഇടയിലായിട്ട് ചെയ്യാനെടുത്ത ആ ഒരു വെറൈറ്റിക്ക് ഇന്ന് റോയ്സ് എന്ന് പറഞ്ഞൊരു പേര് തന്നെ നമുക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം അതിന് കുറച്ച് സവിശേഷതകളൊക്കെ ഉണ്ട്. കാരണം അതിൻ്റെ വേരുപടലങ്ങളാണെങ്കിലും സാധാരണ കാപ്പിയുടെ പോലെയുള്ള പക്കുകളായിട്ടുള്ള വേരല്ല, അതിന് തായ്വേരുകളാണെന്നുള്ളത് കൂടാതെ തന്നെ അതിനെ അധികം ഉയരം വയ്ക്കുകയോ സൈഡിലോട്ട് അധികം പടരുകയോ ഒന്നും ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഡിസീസ് മറ്റ് കാപ്പി ഇനങ്ങളെ പോലെ ഇതിനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. അതുകൊണ്ട് തന്നെ ദീർഘകാല വരുമാനം കിട്ടുന്ന ഒരുപാട് കാലത്തേക്ക് നമുക്ക് തലമുറകളോളം എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും നമുക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു കാപ്പി ചെടിയാണ് നമുക്ക് ഈ റോയ്സ് എന്ന് പറഞ്ഞ സെലക്ഷൻ. അപ്പോൾ ദീർഘകാലത്തെ വരുമാനം കിട്ടുന്ന റബ്ബറിൻ്റെ ഈ 70% വരുന്ന ഭാഗം മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടാപ്പിംഗ് നിരകളെ പൂർണ്ണമായും വിട്ടുകൊണ്ട് 2 സൈഡിലോട്ടും 5 അടി വീതം വിട്ടുകൊണ്ട് നമുക്കത് ടാപ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും തടസ്സമില്ലാതെ വർഷാവർഷം കാട് വെട്ടേണ്ട ചിലവുകളില്ലാതെ നമുക്ക് ഒരേക്കർ ശരാശരി 1800ഓളം ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഏറെക്കുറെ 1800 കിലോ എങ്കിലും ഏറ്റവും മിനിമം നമുക്ക് ഉൽപ്പാദനം കിട്ടുന്ന തരത്തിൽ ഒരു ചെടിയിൽ നിന്നിപ്പം 3-4 കിലോയൊക്കെ അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കാലഘട്ടത്തിൽ കിട്ടാമെങ്കിൽ പോലും മിനിമം ഒരു ചെടിയെ നമുക്ക് 1 കിലോ കിട്ടിയാലും 1800 ചെടി എന്ന് പറയുമ്പം ഏറെക്കുറെ 1800 കിലോ കാപ്പിക്കുരു ഇന്നത്തെ വിലയ്ക്ക് 170 രൂപയുണ്ട് എങ്കിൽ പോലും ഒരു 100 രൂപ ശരാശരി കിട്ടിയാൽ പോലും നമുക്കൊരു 1.5-2 ലക്ഷം രൂപയുടെ ഒരു വരുമാനം റബ്ബർ കൂടാതെ ആ തോട്ടത്തിൽ കാട് വെട്ടുന്ന മറ്റു പണികൾ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എല്ലാ കൃഷിയിലും നമ്മൾ ആ തരത്തിലുള്ള ഇടവിള കൃഷികളിലൂടെയാണ് എപ്പോഴും ഞാൻ എൻ്റെ കൃഷി രീതികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണ രീതിയിൽ കാപ്പി നമുക്ക് നടാനായിട്ട് ഇത് വളരെ ചെറിയ ചെടികളായതുകൊണ്ട് ഒരുപാട് അകലത്തിലല്ല വെക്കേണ്ടത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിൽ നിന്നും 5 അടി വിട്ടിട്ട് 2 സൈഡിലോട്ടും വിട്ടിട്ട് ടാപ്പിംഗ് ലൈൻ വിട്ടിട്ട് വേണം ചെയ്യേണ്ടത്. ഓരോ നിരയിലും ചെടികൾ തമ്മിൽ 4.5 അടി അകലത്തിലായിട്ട് നട്ടുപിടിപ്പിക്കണം. കാപ്പിക്ക് കുഴിയെടുക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു 1.5 അടി താഴ്ച കിട്ടുന്ന
ഒരടി സ്ക്വയറായിട്ടുള്ള കുഴികളെടുക്കുക. 1.5 അടി താഴ്ച കിട്ടുന്ന ഒരടി സ്ക്വയറായിട്ടുള്ള കുഴിയെടുത്ത് സൈഡ് മണ്ണിടിച്ച് കുഴി മൂടണം. മൂടിയ ശേഷം അതിലൊരു തൂമ്പായിക്കൊരു പിള്ളക്കുഴി എടുക്കണം. ഒരു കുത്തും മണ്ണ് മാറ്റിയിട്ട് അതിന് നമ്മൾ അടിസ്ഥാന വളമായിട്ട് എല്ലുപൊടിയോ ഇല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റോ നമ്മുടെ ചിലവിനൊക്കെ നോക്കിയിട്ട് അത് മണ്ണും ചേർത്ത് ഇളക്കിയിട്ട് വേണം തൈകൾ വെച്ച് പിടിപ്പിക്കാനായിട്ട്. തൈകൾ വെച്ച ശേഷം ഭൂമി ലെവലിൽ തന്നെ മണ്ണിട്ട് മൂടി വേണം തൈകളെ ഒന്ന് ഉറപ്പിച്ച് നിർത്താനായിട്ട്. ഒപ്പം തന്നെ അതിൻ്റെ ചുവട്ടിൽ പൊതയിടുന്ന കാര്യം കൂടി വളരെ ശ്രദ്ധാപൂർവ്വം ഓർക്കണം. അപ്പോൾ ചപ്പ് ചവറുകളിട്ട് പൊതയിട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെ ചെടികളുടെ നടീൽ പൂർണ്ണമായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വളപ്രയോഗം ഇപ്പോൾ ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ തരത്തിലുള്ള ജൈവവളങ്ങൾ ഏറ്റവും നല്ലതായിട്ട് കിട്ടാവുന്ന, ഇല്ലെങ്കിൽ നമുക്ക് ചാണകമോ ആട്ടിൻകാഷ്ടോ കോഴിവളോ ഒക്കെ നമുക്ക് തന്നെ രൂപപ്പെടുത്തി അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെയ്യുന്ന മഴയ്ക്കൊക്കെ ആ മണ്ണിലോട്ട് നീര് കിട്ടുമ്പോൾ ചെടികളുടെ വളർച്ച നന്നാവും. കൂടാതെ നമുക്ക് രാസവളം കൊടുക്കുന്നവർക്കാണെങ്കിൽ ഫാക്ടംബോസ് ആയിരിക്കും കുറച്ചും കൂടെ ഉത്തമം. ഫാക്ടംബോസ് ഒരു 5 ഗ്രാം ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു സ്പൂൺ ചോടേ മതി. തൈകൾ നട്ട ശേഷം അതിൻ്റെ ചുവട്ടിൽ തണ്ടയിൽ മുട്ടാതെ നിശ്ചിത അകലത്തിൽ വേണം വെതറിട്ട് കൊടുക്കാനായിട്ട്. തൈകൾ നട്ട ഒരാഴ്ചയ്ക്ക് ശേഷം ആദ്യത്തെ വളപ്രയോഗം കൊടുക്കാൻ തുടങ്ങാം. മഴയുടെ ലഭ്യത അനുസരിച്ച് നമുക്ക് പലപ്പോഴായിട്ടാണ് വളപ്രയോഗം കൊടുക്കാൻ പറ്റുക. ഒരു പ്രാവശ്യം ഒരു തൈകൾ നട്ട ഒരു സീസണിൽ നമുക്കൊരു 5 അല്ലെങ്കിൽ 6 പ്രാവശ്യമെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ വളപ്രയോഗം ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ ചെടികളുടെ വളർച്ചയിൽ ആ മാറ്റമുണ്ടാവും. മാത്രമല്ല നമുക്ക് വേനൽക്കാലത്തൊക്കെ ചെടികളെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൻ്റെ സംവിധാനവും സൗകര്യമൊക്കെ കുറവുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോളിയർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ചെടികളുടെ ഇലകളിലോട്ട് നേരിട്ട് തന്നെ ആഹാരം കൊടുക്കുന്ന രീതിയാണ് ഫോളിയർ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വളപ്രയോഗങ്ങളുണ്ട്. അത് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൂടാതെ നമുക്ക് ചാണകമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കലക്കി വളമായിട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കുമ്പം ചെടികൾക്ക് ആവശ്യമുള്ള ഒരു ജലസേചനം കൂടെ ഇതിനോടൊപ്പം നടക്കുക. അപ്പോൾ വെള്ളവും വളവും ഒരേപോലെ കിട്ടുമ്പം ചെടികളുടെ വളർച്ചയിലും ഒപ്പം തന്നെ ഉൽപ്പാദനത്തിൻ്റെ കാലഘട്ടം വരുമ്പോഴും നമുക്ക് വളപ്രയോഗത്തിൻ്റെ കാര്യത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട്. നമുക്ക് 2ാമത്തെ വർഷം തൊട്ടാകുമ്പം നമുക്ക് ചെടികളുടെ കുറച്ചുകൂടെ വലിയ ചെടികളാവും. ഏറെക്കുറെ 2.5 അല്ലെങ്കിൽ 3 വർഷം ആകുമ്പോഴേക്കും നമുക്കതിൻ്റെ ഒരു ആദ്യത്തെ ഉൽപ്പാദനത്തിൻ്റെ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. 18 മാസം ആകുമ്പോഴേക്കും ശരിക്കും അതിൻ്റെ ഫ്ലവറിങ്ങിലോട്ട് കയറും. കൃത്യമായ പരിചരണം കിട്ടുവാണെങ്കിൽ, വളപ്രയോഗം കിട്ടുവാണെങ്കിൽ അത്ര സമയം മതി. 3ാമത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും നമുക്കതിൻ്റെ ഹൈറ്റൊക്കെ ക്രമീകരിക്കാൻ സാധിക്കും. നമ്മളൊരു 3 അടി ഉയരത്തിലായിട്ടാണ് അതിൻ്റെ ആദ്യത്തെ ഹൈറ്റ് നമ്മളെപ്പോഴും ക്രമീകരിച്ച് നിർത്തുന്നത്. അപ്പോൾ നമ്മുടെ അരയ്ക്കൊപ്പം പൊക്കത്തിലായിട്ട് നമുക്ക് ഉയരം ക്രമീകരിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ സൈഡ് കമ്പുകളിലോട്ടായിരിക്കും അതിൻ്റെ വളർച്ച വരുന്നത്. തായ്തണ്ടിൽ നിന്ന് വരുന്ന ആ തളിപ്പ് മുകളിൽ വെച്ചിട്ട് 3 അടിക്ക് മുറിച്ച് കഴിഞ്ഞാൽ സൈഡ് കമ്പുകളിലോട്ടായി അതിൻ്റെ വളർച്ച. ആ സൈഡ് കമ്പുകൾ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ ഉൽപ്പാദനത്തിന് എത്രത്തോളം ബ്രാഞ്ചസ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഉൽപ്പാദനം പ്രതീക്ഷിക്കാനായിട്ടും സാധിക്കുന്നത്. അപ്പോൾ വളപ്രയോഗത്തിൻ്റെ കാര്യത്തിലും ആ കാലഘട്ടത്തിൽ കുറേ മാറ്റങ്ങളുണ്ട്. ഒരു 4-5 പ്രാവശ്യമായിട്ട് ഒരു വർഷം കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വളപ്രയോഗം. ഒരുമിച്ച് കൊടുക്കുന്നത് പലപ്പോഴും ചെടികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മൾ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് ആ കാര്യങ്ങൾ. രാവിലെയോ ഇല്ലെങ്കിൽ വൈകിട്ടോ ഉച്ചയ്ക്കോ ഏതെങ്കിലും ഒരു നേരം വയറ് നിറച്ച് കഴിക്കുന്നതിനേക്കാളും പലപ്പോഴായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തിൻ്റെ കാര്യത്തിനും എന്ന് പറഞ്ഞവരാണ് ചെടികളുടെ കാര്യത്തിലും. പലപ്പോഴായിട്ട് മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും, ഇപ്പം 500 ഗ്രാം വളമാണ് ഒരു ചെടിക്ക് ഒരു വർഷം നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ 100 ഗ്രാം വീതം 5 പ്രാവശ്യമായിട്ട് കൊടുക്കുന്നതാണ്. മഴയുടെ ലഭ്യത അനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല വളപ്രയോഗം. നമുക്കൊരു 3 അടി ഉയരത്തിലായിട്ട് ഇതിവിടെ വെച്ച് ഇതങ്ങ് ഓടിച്ചു കഴിഞ്ഞാൽ ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഇത്രയും ഭാഗം നിർത്തിക്കൊണ്ട് വേണം അതിൻ്റെ തലയ്ക്ക് ഓടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ താഴെ ഓടിക്കുന്നതിനേക്കാളും ഇവിടെ വെച്ച് ഓടിക്കുമ്പോഴേക്കും ഒരു ഗുണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഉണങ്ങി ഇതിങ്ങ് താഴെ എത്തുമ്പോഴേക്കും ഇത് അത്യാവശ്യം നന്നായിട്ട് ബലവത്തായിട്ടുണ്ടാവും. ഇതുപോലെ ബലമാകും. ഈ ഉണക്ക് താഴെ എത്തുമ്പോഴേക്കും ഒരു നല്ല സമയമെടുക്കും. അപ്പോഴേക്കും ഇത് നന്നായിട്ട് നല്ല ബലവത്താവും. അപ്പോൾ ഒടിഞ്ഞു പോവാതിരിക്കാനൊക്കെയായിട്ട് ഇത്തിരി കയറ്റി തന്നെ ഓടിച്ചെടുക്കണം. ഈ ഓടിക്കുന്നത് ഈ ടിപ്പിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് വേണം ഓടിച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്ക്
പലപ്പോഴും റബ്ബർ തോട്ടത്തിലെ കാപ്പിയുടെ വരുമാനത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് റബ്ബറിൻ്റെ ശരാശരി ഒരു ഏക്കറിൽ ഒരു 1800 ചെടിയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ ഒരു ചെടിയെന്ന് ഇപ്പോൾ 3-4 കിലോ ഒക്കെ അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കാലഘട്ടത്തിൽ കിട്ടാം. അത് നമുക്ക് കൊടുക്കുന്ന വെള്ളവും അതോടൊപ്പം തന്നെ വളവും ഒക്കെ അനുസരിച്ച് എത്ര വേണേലും നമുക്ക് വരുമാന വർധന വരുത്താൻ പറ്റും. അത് ഏത് കൃഷിയിലെന്ന പോലെ കാപ്പിയിലും നമുക്കതുണ്ടാവും. എങ്കിലും സ്വാഭാവിക മഴയെ ആശ്രയിച്ച് മാത്രം ചെയ്യുന്ന ഒരു കൃഷിയുടെ രീതിയാവുമ്പോൾ ഏറ്റവും മിനിമം നമുക്കൊരു ചെടിയിൽ നിന്ന് 1 കിലോ കിട്ടിയാൽ മതി. അപ്പോൾ 3-4 കിലോ അതിൻ്റെ മേലോട്ടൊക്കെ ചിലപ്പം മഴയെ ആശ്രയിച്ച് തന്നെ കിട്ടും. എങ്കിൽ പോലും ഏറ്റവും മിനിമം ഒരു ചെടിയിൽ നിന്ന് 1 കിലോ കിട്ടിയാലും ഒരു 1800 ചെടി ഉണ്ടെങ്കിൽ 1800 കിലോ കാപ്പിക്കുരുവെങ്കിലും ഏറ്റവും നമുക്കത് കിട്ടും. അപ്പം ഇപ്പോഴത്തെ വില എന്ന് പറയുമ്പോൾ 170 രൂപ ഇന്നത്തെ വില നിലവാരം ഉണ്ടെങ്കിലും ഒരു 100 രൂപയുടെ ശരാശരി നമുക്ക് 1 കിലോ കാപ്പി കിട്ടുവാണെങ്കിൽ ഒരു 1.5-2 ലക്ഷം രൂപ നമുക്ക് റബ്ബർ കൂടാതെ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വരുമാന മാർഗമായിട്ട് മാറും. അതിന് ഒരിക്കൽ മാത്രം നമ്മൾ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ വളപ്രയോഗങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാ കാലവും നമുക്കതിൻ്റെ ഒരു പരിചരണം എന്നല്ലാതെ പുതിയതായിട്ട് വീണ്ടും 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 നട്ടുപിടിപ്പിക്കേണ്ട ഒരു ആവശ്യമോ മറ്റ് കൃഷികളോ ഇല്ലെങ്കിൽ പോലെ നമുക്ക് ആവശ്യമില്ല. ഇതിനകത്തുനിന്ന് മോശമായിട്ടുള്ള ചെടികളെല്ലാം മാറ്റി അത്യാവശ്യം വലിപ്പമുള്ള ചെടികൾ മാത്രം ആക്കിയിട്ടാണ് നമ്മളിവിടുന്ന് കൃഷിക്കാരുടെ തോട്ടത്തിലോട്ട് കൊടുത്തു വിടുന്നത്. എവിടെയാണെങ്കിലും നമുക്ക് തോട്ടത്തിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെ ഞാൻ ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് കൃഷിക്കാർക്ക് കിട്ടണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മുടെ തോട്ടത്തിലെ കൃഷി രീതികളുടെ ഭാഗമായിട്ടുള്ള പ്ലാന്റ് തന്നെ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതും. കർഷകർക്ക് മാത്രം എവിടെ കേരളത്തിൻ്റെ അകത്തും കേരളത്തിൻ്റെ പുറത്തും എവിടെ ആണെങ്കിലും അവരുടെ തോട്ടത്തിൽ വണ്ടി ചെല്ലുന്ന സ്ഥലത്താണെങ്കിലും അവിടെ വേറെ ട്രാൻസ്പോർട്ടിങ്ങോ മറ്റ് ചിലവുകളൊന്നും ഇല്ലാതെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് തന്നെ എത്തിച്ച് അത് നട്ടുകൊടുക്കുന്ന ഒരു സംവിധാനം വരെ നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. നമ്മുടെ കൃഷി രീതികൾ എല്ലാം തന്നെ ഒരു സമ്മിശ്ര കൃഷി രീതികളിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമ്മിശ്ര കൃഷിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്കിപ്പോൾ തേനിൻ ഉണ്ട്. നമുക്ക് തേനും മറ്റ് തേൻ പെട്ടികൾ വെച്ചിട്ടുണ്ട്. നമ്മളറിയാതെ തന്നെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ശുദ്ധമായ തേന്, അതാണ് ഈ കൃഷിയിടത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബോണസ് എന്ന് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ ചെയ്തിരിക്കുന്നത് കവുങ്ങ് ചെയ്തിട്ടുണ്ട്. കവുങ്ങ് കൂടാതെ ഇതിനകത്ത് കാപ്പി വെച്ചിട്ടുണ്ട്. കുരുമുളകിന് വേണ്ടിയിട്ട് അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ മാങ്കോസ്റ്റിൻ ആണ് ഇതിനകത്തൊരു മെയിനായിട്ടൊരു കൃഷിയായിട്ട് വേറെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനിടയിലൂടെ കംപ്ലീറ്റ് ഒരു അഡീഷണൽ വരുമാനത്തോടെ നമുക്ക് തൽക്കാലം കിട്ടുന്ന രീതിയിൽ കപ്പ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വാഴയും ഇതിൻ്റെ ഇടയിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 കൂട്ടം കൃഷികൾ ഈ കൃഷിയിടത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി പറഞ്ഞ കണക്റ്റഡ് ആയിട്ടുള്ള കൃഷി രീതികളാണ്. കാരണം ഷെയ്ഡിനെ ആശ്രയിച്ച് തന്നെ, കാരണം കവുങ്ങ് വയ്ക്കുമ്പോൾ കവുങ്ങിൻ്റെ ഉള്ളിൽ ഷെയ്ഡായിരിക്കും. അപ്പോൾ ആ ഷെയ്ഡിൻ്റെ ഉള്ളിൽ വെക്കേണ്ട തരത്തിലുള്ള കാപ്പിച്ചെടികൾ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഷെയ്ഡ് ആവശ്യമായിട്ടുള്ള മാങ്കോസ്റ്റിൻ വെച്ചിട്ടുണ്ട്. ആ കവുങ്ങും മറ്റ് സംഗതിയിലൊക്കെ വളർന്നു കയറി വരുന്നവരേക്കും നമുക്ക് കപ്പയും വാഴയും ഇതിനകത്ത് ഇടവേളയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനകത്ത് ചോളം നമ്മൾ നട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ചോളം കിട്ടും. ചോളം കിട്ടിയ ശേഷം ബാക്കിയുള്ളത് നമുക്ക് പശുവിന് തീറ്റയായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ബീൻസ്, പയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ മറ്റ് കൃഷികളായിട്ട് ചെയ്തിട്ടുണ്ട്.
മഴക്കാലത്ത് പ്രത്യേകിച്ചും മണ്ണിൽ ഈർപ്പം കൂടുതൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ കൃഷി ഇറക്കി ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പോൾ അതിന് യോജിക്കുന്ന തരത്തിലുള്ള കുരുമുളക് കൃഷിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ മുരിക്കിൻ്റെ ഇനത്തിൽപ്പെട്ട സാധാരണ മുരിക്കല്ല, ചോലമുരിക്ക് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ആ മുരിക്കിൻ്റെ ഇനത്തിനെയാണ് നമ്മളിപ്പോൾ നട്ട് താങ്ങുകാലായിട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഇതിനകത്ത് നമ്മൾ കൊളുബ്രിനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കുരുമുളക് ആണ് ഇതിനകത്ത് നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട് വച്ചിരിക്കുന്നത്. അപ്പം മഴ അടിയിൽ നിൽക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ മണ്ണിൽ കൂടുതൽ ഈർപ്പം നിൽക്കുമ്പോഴും കുരുമുളകിന് ചീച്ചിൽ വരാതിരിക്കാനായിട്ട് അത് വളരെ ഗുണകരമാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വേനൽക്കാലത്ത് വെള്ള സൗകര്യം കിട്ടാനായിട്ട് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഇതിനകത്ത് സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇറിഗേഷൻ്റെ ഭാഗമായിട്ട്. നമ്മൾ വച്ചുപിടിപ്പിച്ചിരിക്കുന്ന കവുങ്ങ് ഇത് മോഹിത് നഗർ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട കവുങ്ങാണ് നമ്മളിതിനകത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു 6 വർഷമാകുമ്പോഴേക്കും അത്യാവശ്യം കാവരം കിട്ടുന്ന നല്ല രീതിയിലുള്ള വളർച്ചയിലോട്ട് നമ്മളിത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് 9x9 എന്നുള്ള അകലത്തിലാണ് നമ്മൾ കുഴിയെടുത്തിരിക്കുന്നത്. കുഴിയെടുക്കാനായിട്ട് 1.5 അടി താഴ്ച കിട്ടുന്ന 1 അടി സ്ക്വയറായിട്ടുള്ള കുഴിയെടുത്ത് സൈഡ് മണ്ണിടിച്ചിട്ട് അങ്ങ് കുഴി മൂടണം. മൂടിയ ശേഷം നമ്മളാണ് തൈകൾ വെക്കുന്നത്. തൈകൾ വെച്ച് അതിനടിവളമെല്ലാം ചേർത്ത ശേഷം തൈകൾ വെച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മേലെ പൊതയിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ ഫാക്ടറിയിലുള്ള ബേബി ഫൈബർ എന്ന് പറഞ്ഞൊരു ഫൈബറിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗം. അത് നമ്മൾ ഇതിനെല്ലാത്തിനും പൊതയിടാനായിട്ട് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഇതിനകത്തുള്ള മുഖ്യ കൃഷികളുടെ കൂടെ തന്നെ ഇടവിളയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ മരച്ചീനി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കപ്പ ചെയ്തിട്ടുണ്ട്. കപ്പ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോളം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. നമുക്ക് കഴിക്കാനുള്ള ചോളം കിട്ടും. എന്നത് കൂടാതെ തന്നെ ഈ ചോളം നമുക്ക് നമ്മുടെ പശുക്കൾക്ക്, നമ്മുടെ മൃഗങ്ങൾക്കൊക്കെ നല്ലൊരു തീറ്റ അതും കൂടെ കണക്കാക്കിയിട്ടാണ് നമ്മളിത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു ഷെയ്ഡൊക്കെ അതിനകത്ത് കിട്ടുകയും ചെയ്യും. കാവലമായി കഴിയുമ്പോൾ അത് വെട്ടിയിട്ട് കൊടുത്താൽ പാല് നന്നായിട്ട് കിട്ടാൻ പശുക്കൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ചോളം നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ കൂടുതൽ തെങ്ങിനിടയിൽ സൂര്യപ്രകാശം എപ്പോഴും കിട്ടും. അപ്പോൾ കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള കാപ്പി ആണ് വെച്ചിരിക്കുന്നത്. ഇത് നട്ടുപിടിപ്പിക്കുന്നത് കുറച്ചും കൂടെ അകലം കൂടുതലായിട്ടാണ്. സാധാരണ കാപ്പി വെക്കുന്ന പോലെ, നമ്മുടെ റോയ്സ് സെലക്ഷൻ വെക്കുന്ന പോലെ ഒത്തിരി അടുത്തല്ല, കുറച്ചൊരു കൂടുതൽ അകലം കൊടുത്തിട്ട് വേണം പ്ലാന്റ് ചെയ്യാനായിട്ട്. ഇത് കുറച്ച് ഉയരം വെച്ച് വളർന്നു വരുന്ന വലിയ ചെടികളാണ്. അപ്പോൾ ഇത് തെങ്ങ് പോലെയുള്ള കൃഷികളുടെ ഇടയിൽ ഇടവിളയായിട്ട് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു കൃഷി രീതി. തെങ്ങിനിടയിലാണെങ്കിലും നമ്മൾ ഇടവിളയായിട്ട് കുരുമുളക് ചെയ്യാനായിട്ട് സിൽവർ ഓക്ക് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിൽവർ ഓക്ക് മരങ്ങളിലൂടെ നമുക്ക് കുരുമുളക് പടർത്തിയെടുക്കുമ്പോൾ ഈ 3 തരത്തിലുള്ള കൃഷി മിനിമം നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റും. തെങ്ങും കുരുമുളകും കാപ്പിയും അടങ്ങുന്ന ഒരു കൃഷി രീതി. വാഴ നമ്മളിപ്പോൾ നടാനായിട്ട് അതിൻ്റെ കന്ന് വിത്തുകളെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. വാഴ വിവിധ തരങ്ങളായിട്ടുള്ള വാഴകൾ നമ്മുടെ കൃഷിയിടത്തിലുണ്ട്. ഓരോ സ്ഥലത്തിനും പലതരത്തിലുള്ള വാഴകളാണ് പലപ്പോഴും നമ്മൾ കൃഷിക്കായിട്ട് എടുക്കുന്നത്. ഇത് പൂവൻ ഇനത്തിൽപ്പെട്ട വാഴയാണ്. ഈ പൂവൻ ഇനത്തിലുള്ള വാഴയുടെ കൃഷിക്ക് പ്രത്യേകിച്ചും ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും ഒരു വില നിലവാരം ശരാശരി എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ളൊരു ഇനം വാഴയാണ്. പിന്നെ ഇതുകൂടാതെ നമ്മൾ ഏത്തവാഴ കൃഷി ചെയ്തിട്ടുണ്ട്, നേന്ത്രവാഴ ചെയ്തിട്ടുണ്ട്, ഞാലിപ്പൂവൻ ഇനത്തിലുള്ള വാഴയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് G9 ഇനത്തിലുള്ള വാഴ ഒക്കെ നമ്മുടെ കൃഷിയുടെ ഭാഗമായിട്ട് നമ്മൾ കൃഷി എടുത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാഴക്കന്ന് വെക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ വാഴക്കന്ന് നമ്മൾ സൂഡോമോണസിൽ ഒന്ന് മുക്കിയ ശേഷമാണ് നടാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വേരുകളൊക്കെ പുഷ്ടിമയോടെ വരാനായിട്ടൊക്കെ നല്ലതാണ്. പിന്നെ നടുന്ന സമയത്ത് നമ്മൾ രാസവളം ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വേപ്പൻ പിണ്ണാക്ക് ഒപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ കുഴിയെടുത്ത ശേഷം ഇട്ട് മണ്ണും ചേർത്തിട്ടാണ് നമ്മൾ വാഴക്കന്ന് വെച്ച് പിടിപ്പിക്കുന്നത്.
കൊക്കോയും നമ്മുടെ ഈ കൃഷിയിടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൊക്കോ കുറച്ച് കവുങ്ങും തെങ്ങും ഒക്കെ ഉള്ള ഏരിയയിലോട്ടാണ് കൂടുതലായിട്ടും ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം കൊക്കോയ്ക്ക് കുറച്ച് സൂര്യപ്രകാശം കൂടുതൽ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് തെങ്ങ് പോലെയുള്ള കൃഷിയുടെ ഇടഭാഗത്തായിട്ട് മാറ്റി ചെയ്തിരിക്കുന്നത്. റബ്ബർ പോലുള്ള കൃഷികൾക്ക് ഒരിക്കലും യോജിക്കുന്നതായിട്ടുള്ള ഒരു കൃഷിയല്ല പലപ്പോഴും കൊക്കോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കൊക്കോ നമ്മൾ നടാനായിട്ട് 10x10 എന്നുള്ള അകലത്തിലാണ് നമ്മളിതിനകത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. 10 അടി അകലത്തിലായിട്ടുള്ള നിരകളായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു അകലം പാലിച്ചിട്ട്, അപ്പോൾ താഴ്ചയ്ക്ക് ഇതേപോലെ തന്നെ ഒരു 2 അടി താഴ്ച കിട്ടുന്ന രീതിയിൽ ആണ് കുഴിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് സൈഡ് മണ്ണിടിച്ച് കുഴി മൂടി വെള്ളക്കുഴിയെടുത്ത് അതിൽ അടിവളമായിട്ട് ചേർത്ത ശേഷം ആണ് നമ്മൾ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. നമുക്ക് പലപ്പോഴും കൊക്കോ വലിയ കുഴപ്പമില്ലാത്തൊരു വരുമാനം എന്ന് മാത്രം പറയാൻ പറ്റും. കാരണം ഒരു ശരാശരി ഉൽപ്പാദനം കാപ്പി വെച്ച് നോക്കുമ്പം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയ കഥയാണ് അതിനകത്ത് പറയാനുള്ളൂ. എങ്കിൽ പോലും നമുക്ക് നിത്യവും ജോലിക്കാരാവശ്യം ഉള്ള ഒരു കൃഷിയായിട്ട് മാറും. കാരണം ഇന്ന് കാണുന്ന ഈ കായ് പഴുത്ത് വരുന്നതിനെ നമുക്ക് പറിച്ച് എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് മറ്റ് അണ്ണാനോ മരപ്പെട്ടിയോ പോലുള്ള ജീവികളൊക്കെ അത് തുരന്ന് നശിപ്പിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായ സമയബന്ധിതമായ ഇടപെടലുകൾ വളരെ ആവശ്യം ഉള്ള ഒരു കൃഷി തന്നെയാണ്. നമുക്കത് നമുക്ക് തന്നെ സ്വയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള ആളുകളെ നമുക്ക് വെച്ച് തന്നെ വേണം ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. എങ്കിലും ശരാശരി നമുക്കൊരു മോശമല്ലാത്തൊരു വരുമാനം മറ്റ് കൃഷികളുടെ കൂടെ കിട്ടും എന്നതും ഒരു ഗുണകരമായ കാര്യം തന്നെയാണ്. സാധാരണ ഇനത്തിൽപ്പെട്ട ഒരു കോഴിയല്ല. ഇതൊരു അലങ്കാരം ഇനത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഒപ്പം തന്നെ മുട്ടയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇട്ട് കിട്ടുന്ന, നല്ല തൂക്കം വയ്ക്കുന്ന കൊളംബിയൻ ബ്രഹ്മ എന്നാണ് ഈ കോഴീനെ അറിയപ്പെടുന്നത്. നമുക്കൊരു ജോഡിക്ക് ഏറെക്കുറെ 6000-ഓളം രൂപ വില വരുന്ന ഒരു ഇനം കോഴിയാണിത്. അലങ്കാരം എന്നതിനേക്കാളേറെ മുട്ടയും നമുക്ക് കിട്ടുന്ന നല്ല ഇനം കോഴിയാണ്. കോഴിയുടെ തന്നെ പലതരത്തിലുള്ള കോഴി എണ്ണങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഏറ്റവും ചെറിയ ഇനമായിട്ടുള്ള കാടക്കോഴിയുണ്ട്, പിന്നെ കരിങ്കോഴിയുണ്ട്, ഗിരിരാജൻ കോഴിയുണ്ട്, പിന്നെ മുട്ടയിടുന്ന മറ്റു കാര്യങ്ങൾക്കായിട്ടുള്ള BV3 ഇനത്തിൽപ്പെട്ട മുട്ടയിടുന്ന കോഴികൾ, പിന്നെ നമുക്ക് കൊളംബിയൻ ബ്രഹ്മ എന്ന് പറഞ്ഞ കോഴി. ഇതൊക്കെ കോഴികളുടേതായിട്ടുള്ള മുട്ടയും അതോടൊപ്പം തന്നെ മാംസവും കിട്ടുന്ന രീതിയിലുള്ള നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. മുയൽ നമ്മുടെ മറ്റ് ജീവജാലങ്ങളുടെ കൂടെ തന്നെ മുയലിനെ വളർത്തുന്നുണ്ട്. നമ്മുടെ പച്ചക്കറികൾക്കും മറ്റും ആവശ്യമായിട്ടുള്ള നല്ല വളം മുയലിൻ്റെ കാഷ്ടം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ശരിക്കും മറ്റ് മാംസങ്ങളെക്കാളും, പ്രത്യേകിച്ചും ബ്രോയിലർ കോഴിയോ മറ്റു കാര്യങ്ങളൊക്കെ ഒത്തിരി നല്ല മീറ്റ് ശരിക്കും മുയലിൻ്റെ തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനുള്ളത് നമുക്ക് തന്നെ ഉണ്ടാവും. നമുക്ക് ആടുകളുള്ളത് മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളുടെ ഒരു കൃഷിയാണ് നമുക്കുള്ളത്. പക്ഷെ നമ്മുടെ നാടൻ ഇനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെ ഇനങ്ങളാണ്. കൂടുതലായിട്ടും നമ്മുടെ ആവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും നമ്മുടെ ജോലിക്കാരും മറ്റു ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാലും മോരും തൈരും ഒക്കെ അതിലൂടെ നമുക്ക്, കൂടാതെ നെയ്യും ഒക്കെ നമുക്ക് നല്ലതായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ബയോഗ്യാസിൻ്റെ പ്ലാന്റും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് ചാണകവും മൂത്രവും ആ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കൃഷിയുടെ ഭാഗമായിട്ട് ബയോഗ്യാസിൻ്റെ സ്ലറിയും മറ്റു കാര്യങ്ങളൊക്കെ കൃഷിയുടെ മേഖലയിലോട്ടും നമുക്ക് മാറ്റാനായിട്ട് ഉള്ള സംവിധാനങ്ങളുണ്ട്. ഇത് നമുക്കുള്ള ഒരു കൊയർ യൂണിറ്റാണത്. ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും നഴ്സറിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടുള്ള പ്ലാന്റിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഈ കാലങ്ങൾ അത്രയും നമ്മൾ പുറമേ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ നമ്മൾ ചകിരിച്ചോറ് കൊണ്ടുവന്നാണ് നമ്മൾ നഴ്സറിയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിരുന്നത്. അപ്പോൾ ലോഡ് കണക്കിന് ആവശ്യം നമുക്കുണ്ടായിരുന്നത് കൊണ്ട് ഈ തരത്തിലൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് പിന്നെ വയനാട്ടിൽ തന്നെ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വയനാട്ടിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിട്ടാണ് ഈ കൊയറിൻ്റെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഉള്ള ചകിരി പ്രത്യേകിച്ചും വേസ്റ്റായിട്ട് പലയിടത്തും കത്തിച്ചു കളയുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാനായിട്ട് അങ്ങനെ ഒരു ആലോചനപൂർവ്വം ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതിലൂടെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ചകിരിച്ചോറ് മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് കൂടാതെ മറ്റ് ആവശ്യക്കാർക്കും ഇത് വിതരണം ചെയ്യാനായിട്ടും ഈ യൂണിറ്റിലൂടെ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഫൈബർ ഫോമായിട്ടുള്ളത് കയറിൻ്റെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കാനായിട്ടും സാധിക്കും. കൂടാതെ ഇതിനകത്ത് മറ്റൊരു ഗുണമുള്ള കാര്യം, നമ്മുടെ ഈ ഫൈബറിൻ്റെ ഏറ്റവും നല്ല സംവിധാനത്തിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് വരുന്നത് കൃഷിയിൽ തന്നെ ഇപ്പോൾ തെങ്ങും മറ്റ് കൃഷികൾക്കൊക്കെ വേനൽക്കാലത്ത് പൊതയിടാനായിട്ട് ഏറ്റവും നല്ലൊരു സംവിധാനം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ചെയ്യാനും സാധിക്കും. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓരോ ദിവസത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് രാവിലെ പള്ളിയിൽ പോയിട്ട് തുടങ്ങുന്ന ഒരു രീതികളാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയറിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൃഷിയോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് മേഖലകളും ഒക്കെ തുടങ്ങാനായിട്ടൊരു പ്രത്യേകമായിട്ടൊരു ഉണർവ് കിട്ടും എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു കാര്യം. പിന്നെ നമ്മൾ പറയാം, എന്താ പറയുക, ദൈവാനുഗ്രഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതമാണെങ്കിൽ നമുക്കൊന്നിനും ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനേക്കാളേറെ നമുക്ക് നാളെ എന്തെന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിലില്ലാത്ത രീതിയിൽ എല്ലാ കാര്യത്തിലോട്ടും ഇടപെടാനും പ്രവർത്തിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം. അപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി, കാർഷിക മേഖലയിൽ നിന്ന് എല്ലാവരും ഇട്ട് വേറെ മേഖലയിലോട്ട് മാറി മാറി പോകുന്നൊരു കാലഘട്ടത്തിൽ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലഘട്ടത്തിലാണെങ്കിലും കൃഷി നമുക്ക് ഏറ്റവും നല്ല ഉപജീവന മാർഗമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് പോലെയുള്ള കുറേ കാര്യങ്ങൾ കൂടാതെ അതിൻ്റെ മാർക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ കർഷകനും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃഷിയിലോട്ട് വരുമ്പോൾ ഏറ്റവും നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയായിട്ട് കാർഷിക മേഖല വീണ്ടും കൊണ്ടുവരാനായിട്ട് പുതിയ തലമുറയ്ക്ക് സാധിക്കും, ടെക്നോളജീസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ. അപ്പം ഞാൻ കർഷകരോട്, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഇല്ലെങ്കിലുള്ള ആളുകളോട്, ഇല്ലെങ്കിൽ പുതിയ തലമുറയോട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, കൃഷി മറ്റേത് മേഖലയിൽ കിട്ടുന്ന വരുമാനത്തെക്കാളും ഒരുപടി മേലെ കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു ആഴക്കടലാണ് കാർഷിക മേഖല. അത് എത്രത്തോളം എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതനുസരിച്ചിരിക്കും നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം. എന്തായാലും കൃഷി എപ്പോഴും മാന്യമായ നല്ലൊരു വരുമാന മേഖല തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാം.